ഇറ്റ്സ് മീ ജസ്സിങ്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിന്ന് ഷിൻചാൻ്റെ കൂടത്തിൽ കറങ്ങാൻ പോവാണ് ഗൈസ്. ചുമ്മാ ബൈക്കേന്നൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. നമുക്കിപ്പോൾ ബൈക്ക് എടുത്ത് ചുമ്മാ ചുറ്റിയൊക്കെ കറങ്ങാം അല്ലേ ഷിൻചാനെ? നമുക്ക് പിന്നെ ഒരു MC വീട്ടിൽ കിടപ്പുണ്ട്, അതെടുത്തില്ല. ബൈക്ക് എടുത്തിരുന്നു, ബൈക്ക് എടുക്കാന്ന് വെച്ചു. ഇവിടെ ഒന്ന് പോകണം, ഇവിടെ കുറേ നാളായി പോയിട്ട്. അയ്യോ, ഇവിടെ ഷിൻചാൻ ഒരു ഷോറൂം ഉണ്ടോ? റെന്റിനുള്ളതാണോ പറയുന്ന കേട്ട്? വാങ്ങിക്കാടുന്നാടോ പൈസ? പൈസ എന്നൊരു വിഷയം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ MC ഒന്നും വിൽക്കേണ്ട ആവശ്യമില്ല, പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ വാങ്ങിച്ചാലും ഭയങ്കര പണിയാണ്, അതൊക്കെ കൊണ്ടു നടക്കണം. പിന്നെ വണ്ടിയൊക്കെ കുറേ എണ്ണം വാങ്ങിക്കുക, അവിടെ വെക്കണം. ഭയങ്കര പാടായിക്കൂടാ. പിന്നെ നോക്കാനായിട്ടും ഒക്കെ ഭയങ്കര പാടായിരിക്കും. നമുക്കൊന്ന് ആകമൊക്കെ ഒന്ന് കാണാം, അല്ലെങ്കിൽ ശരിയാക്കില്ല. ചോദിക്കും, ഇവിടെ നമ്പർ നോക്കി നമുക്ക് വിളിക്കാം. എന്തായാലും ആകമൊക്കെ ഒന്ന് നോക്കണ്ടേ? ഇവിടെ ഒന്നും ഇല്ല പൈസ. ഇവിടെ ഒരു വണ്ടി, ഇവിടെ ഒരു 5-10 വണ്ടി ഇടായിരിക്കും. ഞാൻ പുള്ളി തല ഇടിച്ചിരുന്ന് വേണം. ഒന്നാമത് തലയ്ക്കാണെങ്കിൽ പുള്ളി എന്തായാലും ഒന്ന് വിളിച്ചേക്കാം. പുള്ളിക്ക് എന്തായാലും പുള്ളി പറഞ്ഞ ഇതിനൊരു 12 ലക്ഷം രൂപയാവുമെന്നാണ് പറഞ്ഞത്. 12 ലക്ഷം രൂപയ്ക്ക് റെന്റിനാകുമെന്ന് അറിയില്ല. 12 ലക്ഷം രൂപ ഒരു വർഷം മൊത്തത്തിനും കൂടെ കൂട്ടിയിട്ട് 12 ലക്ഷം രൂപ. അന്നേരം ഒരു 3 വർഷം കണ്ട് ഒരു അടപ്പുണ്ട്. അങ്ങനെ ചെയ്ത് ഏതാണ്ട് 36 ലക്ഷം രൂപയ്ക്കാകും. 3 വർഷം അടയ്ക്കണം ഗൈസ്, 12 ലക്ഷം രൂപ വെച്ച്. അങ്ങനെ 36 ലക്ഷം രൂപയൊക്കെയാണ്. നമുക്കെന്തായാലും ഷിൻചാനെ വാങ്ങിക്കണോടാ? ഷിൻചാൻ വാങ്ങിക്കണമെന്നാ ഗൈസ് പറയുന്നത്. എനിക്ക് വാങ്ങിച്ചേക്കാം. വാങ്ങിക്കണേടാ ഷിൻചാനെ? ഷിൻചാനും വാങ്ങിക്കണമെന്ന് തന്നെ പറയുന്നത് ഗൈസ്. നമുക്കിതങ്ങ് എടുക്കുക. ചേട്ടനെ നമ്മളോട് ചോദിക്കാം. ഷിൻചാനെ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്. ഷിൻചാനെ ഇതിനിപ്പം അടുത്ത വർഷത്തേക്കിന് 12 ലക്ഷം രൂപ, അതിൻ്റെ അടുത്ത വർഷം 12 ലക്ഷം രൂപ വെച്ച് അടക്കണം. ഇനി ഇവിടെ ഏതൊക്കെ കാർ കൊണ്ടുവരണമെന്നൊരു ഐഡിയ ഇല്ല. ബൈക്കൊക്കെ കുറെ കൊണ്ടുവരണം. പിന്നെ ഞാൻ റോൾസ് റോയ്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാർ അതൊക്കെ കൊണ്ടുവരാം. പിന്നെ എന്നെ കൊണ്ടുവരണമെന്ന് അറിയത്തില്ല. വേറെ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ തന്നെ. പണിക്കൂലില്ല. എത്ര
കൊണ്ടുതരാമെന്ന് പറഞ്ഞു. പിന്നെ വേറെ കുറേ താറ അങ്ങനെയുള്ള കുറേ കാറിൻ്റെ മോഡിഫിക്കേഷൻ ചെയ്തത്, ലംബോർഗിനി അങ്ങനെയുള്ള കുറേ ബൈക്ക്, പിന്നെ ഡ്യൂക്ക് കുറേ സംഭവങ്ങൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. എല്ലാം കൂടെ ഒന്ന് കൊണ്ടു തന്നിട്ട് ബാക്കിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഷോറൂമൊക്കെ തുടങ്ങി ഗൈസ്. ഷോറൂം ഈ കാർ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ കാറ്. ഇതിന് നമ്മളൊരു 2 കോടി രൂപയ്ക്ക് ഇത് വിൽക്കുന്നുണ്ട് ഗൈസ്. പിന്നെ BMW 1 കോടിയാണ്. BMW മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടിരിക്കണം. BMW ആണ് ഗൈസ്. പിന്നെ താറ ഇതിനൊരു 25 ലക്ഷം രൂപയാകും. ഇതിന് നമ്മളൊരു 3 ലക്ഷം രൂപ കൊടുക്കുന്നത്. 3 ലക്ഷം രൂപയ്ക്ക് ലാഭമാണ്. 4 കോടിയാണ് ഈ ലംബോർഗിനി 4 കോടി. പിന്നെ നമ്മൾ മണ്ട ഞാൻ കാണിച്ചു തരാം ഗൈസ്. മണ്ടയിൽ ഒരു കോയിൻസിക്ക് കിടപ്പുണ്ട്. കോയിൻസിക്ക് ഒരു താറും കിടപ്പുണ്ട്. ഈ താറിന് 15 ലക്ഷം രൂപ. ഈ കോയിൻസിക്ക് 5 ലക്ഷം രൂപയാണ് ഗൈസ്. 5 കോടി രൂപ ഗൈസ്, മാറിപ്പോയി. 5 കോടി രൂപയാകും ഗൈസ്. എല്ലാവരും വാങ്ങിക്കുമെന്ന് തോന്നുന്നു. ആരും ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ തുടങ്ങിയത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല. കുറച്ചിന് വെയിറ്റ് ചെയ്യാം ഗൈസ്, വരുവായിരിക്കും ഗൈസ്. ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇവരോട് ചോദിക്കാം ഗൈസ് എന്നാ വേണ്ട. ചേട്ടൻ എന്നാ വേണ്ടേ? എനിക്കൊരു താറ് വേണം മക്കളെ. താറ താർ എടുത്തേക്കാം ചേട്ടാ. താറിന് ഏത് താറാ ചേട്ടാ വേണ്ടേ? മോഡിഫൈഡ് ആണോ നോർമലാണോ? നോർമൽ മതിയടാ. നോർമൽ 15 ലക്ഷം രൂപ ഗ്യാസ് ചേട്ടാ. അഡ്വാൻസ് വല്ലതും വേണോ? വേണ്ട. എന്നാ ഇനി ബാക്കി ഇതൊക്കെ ഞാൻ ഓഫീസിലോട്ട് വരാം. ചേട്ടനെ വേണ്ട ചേട്ടാ? എനിക്ക് കോയിൻസൊക്കെ മതി മോനെ. കോയിൻസിക്ക് മതിയോ? കോയിൻസിക്ക് 5 കോടി അങ്ങാണ്ട ഗൈസ്. അല്ല 5 കോടി അങ്ങാണ്ട ചേട്ടാ. അത്ര ഉണ്ട്. ചേട്ടൻ്റെ കോട്ട് സ്യൂട്ട് ഇട്ട ലുക്ക് കണ്ടപ്പോഴേ തോന്നി ചേട്ടൻ ഭയങ്കര പണക്കാരനാണ്. ചേട്ടൻ എന്നാ വേണ്ടേ? എനിക്കൊരു ഈ ലംബോർഗിനി അങ്ങ് മതി. ലംബോർഗിനിക്ക് 4 കോടി എങ്ങാണ്ടാ ചേട്ടാ? ലംബോർഗിനി എന്നാ വേണ്ട, എനിക്ക് BMW മതി. BMWക്ക് 1 കോടി. അത് എനിക്ക് ഉണ്ട്, അത് ഞാൻ മേടിച്ചോളാം. ഞാൻ ഓഫീസിലേക്ക് വന്നേക്കാം. ചേട്ടന്മാരെ നിങ്ങളെല്ലാവരും വാങ്ങിച്ചോ ഗൈസ്. അപ്പോൾ നമ്മുടെ കടയിൽ നല്ല കച്ചവടം നടക്കുന്നുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക് ഗൈസ്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ അയക്കുന്നതിന് ബൈ.